വാടക കുടിശ്ശിക നൽകാത്തതിനാൽ വീട്ടുടമ വാടകക്കാരനെ കോടാലി കൊണ്ട് തലക്കടിച്ചു കൊന്നു. സാധനം വെച്ചെടുത്ത് കാണൂല. ഇവിടെ ഇരുന്ന കോടാലി കണ്ടാടാ? കോടാലിയാ? ഞാൻ എടുത്തില്ല. എന്നാൽ ഇത് ആര് പൊക്കിക്കൊണ്ട് പോയി? ഒരു അത്യാവശ്യം നോക്കിയാൽ കാണൂല. മാസങ്ങളിലായി വാടകയിൽ മുടക്കം വരുത്തുന്ന വാടകക്കാരനുമായി പ്രതി തർക്കത്തിൽ ഏർപ്പെടുന്നത് പതിവായിരുന്നു. അതിനുശേഷം പ്രതിയുടെ മൊഴിയെടുത്ത പോലീസ് പറയുന്നത് ഇങ്ങനെ: സംഭവ ദിവസം രാവിലെ വീട്ടിലെ കോടാലി അന്വേഷിച്ച് നടക്കുന്ന പ്രതി വെട്ടിക്കീറണം. ഉച്ചയൂണ് സമയത്ത് പുറത്തുനിന്ന് ബിരിയാണിയായി എത്തിയ പ്രതി കുഞ്ഞച്ചൻ കൊല ചെയ്യപ്പെട്ട നിതിനെ വിളിച്ചു വരുത്തി പ്രതി സന്തോഷത്തോടുകൂടി ബിരിയാണി വിളമ്പി നൽകുകയും ഇനിയൊരു പ്രശ്നമുണ്ടാക്കില്ലെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ഷംസി, വാതിലൊന്ന് തുറക്കടാ. നീ അകത്ത് എന്തെടുക്കാണ്? വാ, വാതിൽ തുറക്ക്. എന്താടാ നീ അതിനകത്തിരുന്ന് കുളിക്കായിരുന്ന? നിനക്ക് എന്താണ് പറ്റിയത്? എന്താടാ? ഒന്നുമില്ല. നിനക്ക് വിശക്കുന്നില്ലേ? ഞാൻ ബിരിയാണി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, വാ നമുക്ക് കഴിക്കാം. ബിരിയാണിയാ? സ്റ്റാർ ഹോട്ടലിലെ നല്ല ബീഫ് ബിരിയാണി. നീങ്ങ വന്നേ. വാ മോനെ. വിവാഹം തിന്നോ? നീ എന്താണ് കുഴച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് വേണ്ട. നല്ല ബിരിയാണിയുടെ കഴിക്കേ. ഷംസി, നമുക്കിന്ന് വൈകുന്നേരം ഒരെണ്ണം മേടിച്ചടിച്ചാലോ? ഒന്നിച്ചിരുന്ന് മദ്യപിച്ചതിന് ശേഷമാണ് നിതിനെ കുഞ്ഞച്ചൻ കൊലപ്പെടുത്തിയത്. നമുക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇന്നത്തെ കൊണ്ട് തീരണം. ഞാനെന്തിനാണ് നിന്നോട് ദേഷ്യം കാണിക്കണം? എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് എനിക്കറിയാം. വേണ്ട, പ്രശ്നം തീർന്നില്ലേ? ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ആരുമില്ല. എത്തിയ പെണ്ണാണെങ്കിൽ അവളുടെ പാട് നോക്കിപ്പോയി. നീ ഇവിടെ നിന്നോ എൻ്റെ അനിയനായിട്ട്. പക്ഷെ മറ്റവനുണ്ടല്ല, ഷാനു, അവനിവിടെ അടുപ്പിക്കരുത്. അവൻ കാരണമാണ് എൻ്റെ പെണ്ണ് ഒളിച്ചോടിപ്പോയത്. ബിരിയാണിയൊക്കെ കഴിച്ചതല്ലേ, അവൻ പോയി കിടന്നു. നല്ല ക്ഷീണം കാണും.
ഞാൻ പോയി ഒരു കുപ്പിയൊക്കെ മേടിച്ചിട്ട് വരാം. മാസം ഈ ചെറുക്കന് കാറായിട്ട് ഓട്ടോ ഒന്നും പോണില്ല, ഏതൊരു ഇവിടെ തന്നെ കിടക്കണാണല്ലേ? അത് അവന് പെണ്ണുമ്പോഴുള്ള ഭയങ്കര സംശയമാണ്. ആണോ? അവൻ ഇപ്പൊ കൂട്ടിരിക്കല്ലേ. അത് ശരി. ഈ ചെറുക്കൻ ബിരിയാണിയൊക്കെ തിറ്റ കഴിഞ്ഞ് ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. ഷംസി, ഷംസി, ഈ ചെക്കൻ ഇത് അവിടെ പോയി കിടക്കണത്. അവൻ അപ്പുറത്തോടും ഉണ്ടാവും. ഷംസി, ഷംസി, ഷംസി. വാസുവായി, അവന്റെ ബാഗ് സാധനങ്ങളുണ്ടോ നോക്കാം അവിടെ. നോക്കണല്ല, അവനെയും കാണുന്നില്ല, അവന്റെ ബാഗും കാണുന്നില്ല. ബാഗും കാണുന്നില്ലേ? ഇല്ല. എങ്ങനെയുണ്ട് ഇപ്പൊ എന്റെ പണി? ഏറ്റാ പണിയേറ്റാ. ഇന്ന് രാവിലെ പത്രത്തിലെ വാർത്ത ഞാൻ കണ്ടത് തന്റെ ഭാഗ്യം. ഭാഗ്യൊന്നാ? നീ എന്നോട് ഇന്ന് രാവിലെ വന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ഉറപ്പിച്ച് ഇന്ന് അവനോടൊന്ന് ഓടുമെന്ന്. ഇനിയിപ്പൊ നമുക്കൊരു പെണ്ണ് നോക്കിയാലോ? ഒന്നാ രണ്ടാ നോക്കാമെന്ന്.